കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട MDMA കേസിൽ സാക്ഷികളായി ഒപ്പുവെച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാക്ഷികളായതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണവുമായി ഡിവൈഎഫ്ഐ. പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന സംഘം 50 ലക്ഷത്തിലധികം രൂപ ബാംഗ്ലൂർ സ്വദേശികൾക്ക് പലതവണയായി കൈമാറിയതായും വിവരമുണ്ട്. കാസർഗോഡ് MDMA കേസിൽ 140 ഗ്രാം MDMAയുമായി 3 പ്രതികൾ പിടിയിലായപ്പോഴാണ് സീഷർ മാസ്റ്റർ സാക്ഷികളായി പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പുവെച്ചത്. തൂഫാൻ പോരാട്ടത്തിൽ പോലീസിനൊപ്പം ചേർന്നുവെന്ന് പറഞ്ഞ് ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് സുധീഷ്, വൈസ് പ്രസിഡന്റ് സന്ദീപ്, അഡ്വക്കേറ്റ് നവനീത് ചന്ദ്രൻ, M രഞ്ജിത്ത് എന്നിവരാണ് ചിത്രത്തിലുള്ളത്. ഇതിനുശേഷമാണ് VD സതീശൻ ഉൾപ്പെടെയുള്ളവരുമായി പ്രതികൾക്കുള്ള ബന്ധം പുറത്തുവന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സാക്ഷികളായതിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിട്ടുണ്ട്. സമീപത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വിവരമറിഞ്ഞു പോയതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. MDMAയുമായി അറസ്റ്റിലായ 4 പ്രതികളുടെയും കോൾ ലിസ്റ്റും ബാങ്ക് ഇടപാടുകളും പോലീസ് പരിശോധിക്കും. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തിച്ച കാരിയർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 53 ലക്ഷം രൂപ പ്രതികൾ അയച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ഇടപാടിനായാണ് ഈ പണം മുഴുവൻ നൽകിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാസർഗോഡ് സ്വദേശി വഴിയാണ് യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെട്ട മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിന് MDMA ലഭിക്കുന്നതെന്നാണ് വിവരം. നൈജീരിയൻ സംഘത്തിൽ നിന്ന് മയക്കുമരുന്ന് ശേഖരിച്ചാണ് കാസർഗോഡ് സ്വദേശി മൊത്തവിതരണക്കാർക്ക് വിൽപ്പന നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കമുള്ള 4 പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ വിശദ വിവരങ്ങൾ ലഭിക്കൂ. ഓഗസ്റ്റ് 17-നകം പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൈരളി ന്യൂസ്, കാസർഗോഡ്.